PSC ലഭിച്ചവരുടെ വിജയകഥകൾ നമ്മൾ ഇഷ്ടം പോലെ കേട്ടതല്ലേ? എന്നാൽ അവരുടെ ഒപ്പം പഠിച്ച് അവരേക്കാൾ നന്നായോ അല്ലെങ്കിൽ അവരോളമോ പഠിച്ച് ജോലിയിലെത്താതെ പോയ 99% വരുന്ന മറ്റു കുട്ടികളിലേക്കൊന്ന് കടന്നു ചെന്നാലോ? ജോലി കിട്ടിയ പലരും അവരുടെ പഠനകാലത്തെ കഷ്ടപ്പാടിന്റെ കഥകൾ പറയുമ്പോൾ അതിലും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയിലെത്താതെ വരുന്നവരെക്കുറിച്ച് ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. അവരുടെ കഷ്ടപ്പാടിന് ആരും വില കൽപ്പിച്ചിട്ടില്ല. ഇന്ന് പ്രതീക്ഷയോടെ പഠിക്കുന്നവരോടു കൂടിയാണ് ഈ പറയുന്നത്. ഇത് കിട്ടാതെ വന്നാൽ എന്തു ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുന്നിലേക്കൊരു ശൂന്യതയാണോ കാണുന്നത്? എന്നാൽ ഇനിയെങ്കിലും നിങ്ങൾ ആ സത്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. അതെ, ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSCയുടെ ചതിക്കുഴിയിൽ പെട്ടുപോകുന്ന യുവതലമുറയെക്കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ആരോഗ്യവും ബുദ്ധിശക്തിയുമുള്ള യുവതലമുറയുടെ വലിയൊരു വർഷം കവർന്നെടുത്തുകൊണ്ടാണ് കേരള PSCയുടെ പോക്ക്. വിദ്യാസമ്പന്നതയിൽ കേരളം മുന്നിൽ നിൽക്കുമ്പോഴും തൊഴിലില്ലായ്മയിലും കേരളം മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നത് ഒരു സത്യമാണ്. പഠനം കഴിഞ്ഞ് നമ്മുടെ നാടിന് മുതൽക്കൂട്ടാവേണ്ട യുവതലമുറ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം പേരും തൊഴിൽ രഹിതരായിട്ടാണ് ഇറങ്ങുന്നത്. അതിൽ വലിയൊരു ശതമാനം പേരും നാട് വിട്ടു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. ബാക്കി നല്ലൊരു ശതമാനം പേരും PSCക്ക് ചേരുന്നുണ്ട്. ഉയർന്ന മാർക്കും വാങ്ങിയ ഡിഗ്രിയും PGയും കഴിഞ്ഞ് സമൂഹത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വന്നു ചേരുന്ന കുട്ടികൾ ചെന്നു ചാടുന്ന ഒരു ട്രാപ്പായി കേരള PSC മാറിയിരിക്കുന്നു. എന്നിട്ടോ ആഗ്രഹിച്ച് പഠിച്ചു നേടിയ ഡിഗ്രികൾ ഉപേക്ഷിച്ച് LD ക്ലർക്ക്, പോലീസ്, എക്സൈസ്, അറ്റൻഡർ എന്ന് വേണ്ട പല ജോലികളിലും എത്തിപ്പെടുന്നു. ആ ജോലിയിൽ അവർ എത്രമാത്രം അസ്വസ്ഥരാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ ജോലി ലഭിച്ച 1% ഞാൻ പറയുന്നത്. ജോലിയില്ലാതെ പുറത്തു നിൽക്കുന്ന 99%-ലധികം വരുന്ന കുട്ടികളെ പറ്റിയാണ്. ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങി ജോലി അന്വേഷിച്ച് തുടങ്ങുമ്പോഴാണ് ജോലിയില്ലെന്ന സത്യം അവർ മനസ്സിലാക്കുന്നത്. അന്ന് തുടങ്ങിയ പഠനം ഏജ് ഓവർ ആകുന്നതുവരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നൽകുന്ന ഓവർ കോൺഫിഡൻസും PSC കിട്ടിയില്ലെങ്കിൽ ജീവിതമില്ലെന്ന മാഷുമാരുടെ ഉപദേശവും ഓരോ കുട്ടികളുടെയും ഉള്ളിൽ മത്സരിക്കാനുള്ള വാശി ജനിപ്പിക്കുക മാത്രമല്ല, PSC കിട്ടാതാകുമ്പോൾ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരിയുന്നു. 3 വർഷം തുടർച്ചയായി പഠിച്ചാലേ PSC കിട്ടൂ എന്ന് അറിഞ്ഞുകൊണ്ടാണ് പലരും ഇതിലേക്ക് വരുന്നത്. രാവു പകലാക്കി എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും കല്യാണം കഴിഞ്ഞവരാണെന്ന കാര്യം ഓർക്കണം. വിവാഹം കഴിഞ്ഞവരും അല്ലാത്തവരും, എന്തെങ്കിലും ജോലി ഉള്ളവരും ഇല്ലാത്തവരും, അതിൽ കുട്ടികളുള്ളവരും ഇല്ലാത്തവരും, ഭർത്താവ് നാട്ടിലുള്ളവരും ഇല്ലാത്തവരും, അമ്മായിയമ്മ ഉള്ളവരും ഇല്ലാത്തവരും, വീട്ടിൽ നിന്ന് സപ്പോർട്ടുള്ളവരും ഇല്ലാത്തവരും, വീട്ടിൽ കുട്ടികളുള്ളവരും ഇല്ലാത്തവരും, അതിൽ തന്നെ ആൺകുട്ടികളുള്ളവരും പെൺകുട്ടികളുള്ളവരും, ചെറിയ കുട്ടികളുള്ളവരും വലിയൊരു കുട്ടികളുള്ളവരും, അങ്ങനെ പല വിഭാഗത്തിലുള്ളവരാണ് ഈ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അതിൽ ഓരോരുത്തരും ഇടേണ്ട എഫേർട്ട് വ്യത്യസ്തമായിരിക്കും. കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. 2.5 ലക്ഷം പേർ അപേക്ഷിക്കുന്ന പരീക്ഷയ്ക്ക് ഏകദേശം 1000 പേർക്ക് മാത്രമേ ജോലി ലഭിക്കുന്നുള്ളൂ. അതായത് തോറ്റു പോകുന്നവരാണ് കൂടുതൽ. 3 വർഷം എല്ലാം മാറ്റിവെച്ച് പഠിച്ചിട്ടാണ് പലരും എക്സാമിന് ഒരുങ്ങുന്നത്. ഇത് പലരെയും ഡിപ്രഷനിൽ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പലരും തോൽക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് അടുത്ത 3 വർഷത്തിന് ശേഷം വരുന്ന ആ പരീക്ഷ വരെ വീണ്ടും പഠിക്കാൻ തയ്യാറാകുന്നു. ആദ്യ നാളുകളിൽ കിട്ടിയിരുന്ന സപ്പോർട്ടൊന്നും പിന്നീട് അവർക്ക് കിട്ടുന്നില്ല എന്നതാണ് സത്യം. വീട്ടിൽ നിന്നുള്ള കുത്തുവാക്കുകളും കളിയാക്കലുകളും മറികടന്ന് അവർ വീണ്ടും പഠിക്കുന്നു. ഇതിനിടയിൽ പല പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടാവും. വിവാഹം, കുട്ടികൾ, രോഗം, കുടുംബ പ്രശ്നങ്ങൾ. 3 വർഷം പഠിച്ച് എഴുതിയ എക്സാമിന്റെ റിസൾട്ട് വരാൻ ഏകദേശം 1 വർഷം തന്നെ എടുക്കും. അതിന്റെ ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അത് തീരുന്നതിന് മുമ്പേ ജോലി ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. മിനിമം ഒരു 5 വർഷം, മാക്സിമം ഒരു 7 വർഷം വരെ. ഈ 7 വർഷം കഴിയുമ്പോഴായിരിക്കും ജോലി കിട്ടില്ല എന്ന സത്യം മനസ്സിലാക്കുന്നത്. പിന്നെയും പഠിക്കും. കാരണം എന്തായാലും ലിസ്റ്റിലൊക്കെ വന്നില്ലേ, അപ്പോൾ തന്നെ കൊണ്ട് പറ്റും. ഒന്നുകൂടി ആഞ്ഞു ശ്രമിച്ചാൽ മതി. അടുത്ത 7 വർഷത്തേക്കുള്ള ചുവടുവയ്പ്പാണിത്. അതിനിടയിൽ PSC മാറിയിട്ടുണ്ടാകും. പഠിച്ച പുസ്തകങ്ങൾ മാറി, സിലബസ് മാറി, മത്സരിക്കുന്ന ആളുകൾ മാറി, ചോദ്യത്തിന്റെ രീതി മാറി. വീണ്ടും നോട്ടുണ്ടാക്കി കുത്തിയിരുന്ന് പഠിക്കും, കിട്ടുമെന്ന പ്രതീക്ഷയിൽ. നമ്മുടെ നാടിന് മുതൽക്കൂട്ടാവേണ്ട യുവതലമുറ അവരുടെ ഏറ്റവും ആരോഗ്യമുള്ള സമയം പഠിച്ചുകൊണ്ട് വീട്ടുകാർക്ക് താങ്ങും തണലുമാകുന്നതിനു പകരം അവരെ ആശ്രയിച്ച് പഠിച്ച് കിട്ടാതെ വരുമ്പോൾ നിരാശയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങാതിരിക്കും, സമരം ചെയ്യാതിരിക്കും, എങ്ങനെ ആത്മഹത്യ ചെയ്യാതിരിക്കും? പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, അറിഞ്ഞതാണ്, കണ്ടതാണ്. ഏജ് ഓവർ ആയതിനു ശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. എത്ര സപ്പോർട്ട് നൽകിയിരുന്ന കുടുംബമായിരുന്നെങ്കിലും പിന്നീട് അവർ ചെയ്തു കൊടുത്തതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. മധ്യവയസ്സിലേക്ക് കടക്കുന്നതിന് മുൻപേ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ടാകും അവർ.
ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തലുകൾ, മക്കളുടെ കളിയാക്കലുകൾ, നാട്ടുകാരുടെ ചോദ്യങ്ങൾ എല്ലാം സഹിച്ച് അവരെങ്ങനെ ഉന്തിത്തള്ളി മരണത്തെയും കാത്തിരിക്കും. ആരും അറിയാതെ, ആരും കാണാതെ, ഉള്ളിൽ ഒരു കെട്ടു നിരാശയും പുറത്ത് ഒരു പുഞ്ചിരിയുടെ മൂടുപടവും എടുത്തണിഞ്ഞ് വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ട തോറ്റവരായി സമൂഹവും സ്വയവും പ്രഖ്യാപിച്ച ഒരാളായി അവർ മാറുന്നു. നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് വിചാരിച്ചിരുന്ന എത്രയോ മിടുക്കരായ ആൺകുട്ടികൾക്ക് പിന്നീട് വയസ്സു കൂടിയതുകൊണ്ട് പെണ്ണ് കിട്ടാതെ പോയിട്ടുണ്ടെന്നറിയാമോ? എത്രയോ പെൺകുട്ടികൾ 30-35 വയസ്സൊക്കെയായിട്ട് ഇന്നും ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് വെച്ച് PSCക്ക് പഠിക്കുന്നുണ്ടെന്നറിയാമോ? എത്രയോ ദമ്പതികൾ നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് മതി കുട്ടികൾ എന്ന് വെച്ച് പിന്നീട് കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥ വന്നിട്ടുണ്ടെന്നറിയാമോ? വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ലഭിക്കാത്തതുമൂലം ഡൈവോഴ്സായി പോയ എത്രയോ കുട്ടികളുണ്ട്. മക്കൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് തൻ്റെ ജോലി ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന എത്രയോ മാതാപിതാക്കൾ അതിനു മുന്നേ മരിച്ചുപോയിട്ടുണ്ട്. ഇവരുടെയൊക്കെ കണ്ണുനീരിന് ആര് വില പറയും? ഇവരുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ ആര് തിരിച്ചു കൊടുക്കും? ഡിഗ്രിയൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായിട്ടും എന്തുകൊണ്ടാണ് ഒരു PSC ജോലി ലഭിക്കാത്തത് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട്. എല്ലാവർക്കും എല്ലാ വിഷയവും ഒരേപോലെ പഠിക്കാൻ പറ്റാത്തതാണ് കാരണം. ഇംഗ്ലീഷ് അറിയുന്നവന് മലയാളം അറിയില്ല, സയൻസ് അറിയുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ല, ഹിസ്റ്ററി അറിയുന്നതിന് മാത്സ് അറിയില്ല, മാത്സ് അറിയുന്നതിന് കറണ്ട് അഫെയർ അറിയില്ല. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ സബ്ജക്റ്റിൽ സൂപ്പറായെന്നിരിക്കെ മറ്റു വിഷയങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റാത്തതാണ് പലരും തോറ്റുപോകുന്നതിനുള്ള പ്രധാന കാരണം. PSCയുടെ നിലവാരം എത്ര തന്നെ ഉയർന്നു എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ 13-15 ക്വസ്റ്റ്യനൊക്കെയാണ് ഇന്നും ഡിലീഷനായി വരുന്നത്. കൃത്യമായ ഉത്തരമുള്ള ചോദ്യങ്ങൾ വരെ PSC എന്തുകൊണ്ടോ ഡിലീഷനാക്കി കളയുന്നു. പഠിച്ചവനെ മണ്ടനാക്കിക്കൊണ്ട് ചില എക്സാം വളരെ എളുപ്പവും ചില എക്സാം വളരെ ടഫുമാക്കുന്നു. ചില ലിസ്റ്റുകൾ റദ്ദാക്കുന്നു, ചില ലിസ്റ്റുകൾ സ്റ്റേ ചെയ്തു വയ്ക്കുന്നു, ചില ലിസ്റ്റുകളിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ മാത്രം എടുത്ത് റദ്ദാക്കുന്നു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നു, താൽക്കാലികക്കാരെ കയറ്റുന്നു, പിൻവാതിൽ നിയമനം. 100 മാർക്കിൻ്റെ പേപ്പറിൽ കൃത്യമായി ഉത്തരമറിയുന്നത് 50 എണ്ണമായിരിക്കും. ബാക്കിയുള്ള 50 എണ്ണത്തിൽ നിന്ന് ഊഹം വെച്ച് കുത്തി 65 മാർക്ക് വാങ്ങുന്നവൻ രക്ഷപ്പെട്ടു. ആ പരീക്ഷണത്തിൽ ചിലർ ജയിക്കും, ചിലർ തോൽക്കും. അടുത്തടുത്ത് നടക്കുന്ന എക്സാമുകളുടെ റാങ്ക് ലിസ്റ്റിൽ കയറുന്നവരുടെ പേര് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാകും. ഇതിൽ ഒരു എക്സാമിൽ ആദ്യ 10-നുള്ളിൽ കയറിയവൻ അടുത്ത എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പരിസരത്ത് പോലും ഉണ്ടായെന്ന് വരില്ല. ഇതൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി നടക്കുന്ന യുവതി യുവാക്കളുടെ നെഞ്ചത്താണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നത്തെ തലമുറ നമ്മുടെ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തതും. 100% ആത്മാർത്ഥമായി പഠിച്ചിട്ടും ഒരു ജോലിയിലേക്ക് എത്താതെ വരുമ്പോഴുണ്ടാകുന്ന നിരാശ എത്രയോ കുട്ടികളെ ബാധിച്ചിരിക്കുന്നു. കേരളത്തിൽ അടുത്ത കാലത്തായി കൂണുപോലെ മുളച്ചു വരുന്ന കൗൺസിലിംഗ് സെന്ററുകളും കുറച്ചു നാളുകളായി സൈക്കോളജിസ്റ്റിന്റെ എണ്ണത്തിലുണ്ടായ വർധനവിനുമൊക്കെ ഇതൊരു കാരണം തന്നെയാണ്. കാരണം ഈ PSCക്ക് പഠിക്കുന്ന കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ടെൻഷനും ഡിപ്രഷനുമൊക്കെ നമ്മൾ കരുതുന്നതിലും എത്രയോ വലുതാണെന്നറിയാമോ? പലപ്പോഴും ഇതൊരു കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളയും. കാരണം ഇവളൊരു അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഒരു മകളായിരിക്കും, അല്ലെങ്കിൽ ഒരു മകനായിരിക്കും. മക്കളെ പഠിപ്പിക്കേണ്ട സമയത്ത് അമ്മമാര് പഠിച്ചതുകൊണ്ട് പഠിക്കാതെ പോയ മക്കളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു പോയവൾ. നാട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വരണ്ട, എക്സാം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയവൾ. പല ആഘോഷങ്ങളും വേണ്ടെന്ന് വെച്ചവൾ അവസാനം എന്തു നേടി? അമ്മയോട് സ്നേഹമില്ലാത്ത മക്കളായി, ഭാര്യയെ വേണ്ടാത്ത ഭർത്താവായി. പുറം നാട്ടിൽ ജോലി ചെയ്തിരുന്ന ഭർത്താക്കന്മാർ വെക്കേഷന് ഫാമിലിയെ കൊണ്ടുപോകാൻ വിളിച്ചപ്പോൾ വരില്ല, എക്സാമാണ് എന്ന് പറഞ്ഞ ഭാര്യ അഹങ്കാരിയായി, സ്നേഹമില്ലാത്ത അമ്മയായി, നാടിനോട് ബന്ധമില്ലാത്ത നാട്ടുകാരിയായി, അവസാനം ജോലിയില്ലാത്തവളുമായി. ഈ കാലയളവിൽ ആ നാട്ടിലെ ആർക്കൊക്കെ ജോലി കിട്ടിയാലും അവരുടെ നെഞ്ചിൽ തീയാണ്. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, വീട്ടുകാർ എന്ന് വേണ്ട എല്ലാവരും വന്നത് അവരോട് പറയും. ഒരുപാട് ഒഴിവുകളുള്ള മെഡിക്കൽ ഫീൽഡ്, ഒരുപാട് ഒഴിവുകളുള്ള സിവിൽ എഞ്ചിനീയറിംഗ്, അധികം പഠിക്കാനില്ലാത്ത ടൈപ്പിസ്റ്റ് എന്നു വേണ്ട കിട്ടാൻ എളുപ്പമുള്ള പല ജോലികളും ലഭിച്ചവരെയും ജനറൽ PSCക്കാരെയും ഒരുമിച്ചങ്ങ് തൂക്കും. വെറുമൊരു കേൾവിക്കാരിയായി നിൽക്കുമ്പോൾ അവരുടെ അർത്ഥം വെച്ചുള്ളൊരു നോട്ടമുണ്ട്, നീ ഇങ്ങനെ നടന്നോ എന്ന്. ആരാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയത്? കേരളം വിട്ടുകഴിഞ്ഞാൽ ഗവൺമെന്റ് ജോബിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റ് അല്ല കേരളം. ഇന്നും നമ്മുടെ നാട്ടിൽ പണമുണ്ടാക്കുന്നത് ബിസിനസ്സുകാരും കോൺട്രാക്ടേഴ്സ്, IT ഫീൽഡ് വർക്ക് ചെയ്യുന്നവരും പുറം നാട്ടിൽ പോയി ജോലി ചെയ്യുന്നവരുമൊക്കെയാണെന്നിരിക്കെ PSC എഴുതി ജോലി കിട്ടിയ ലൈഫ് സെറ്റായി എന്ന് ആരാണ് പറഞ്ഞു പഠിപ്പിച്ചത്? ഇന്നും ഒരു കൂലിപ്പണിക്കാരൻ്റെ ശമ്പളമേ ഗവൺമെന്റ് ജോബിനുള്ളൂ എന്ന സത്യം എത്ര പേർക്കറിയാം? ഇന്നത്തെ ലോകം എത്ര വിശാലമാണ്! എത്ര ആളുകളാണ് പുറം നാട്ടിലെ കമ്പനിക്ക് വേണ്ടി വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത്? എത്രയെത്ര ഓൺലൈൻ ബിസിനസ്സുകളാണ് പലരും നടത്തുന്നത്?
വലിയ വലിയ ജോലിക്കാർ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി പണം ട്രേഡിങ്ങും മറ്റും ഉപയോഗിച്ച് പലരും ഉണ്ടാക്കുന്നുണ്ട്. എന്തിന്, ചെറിയ സ്കൂൾ കുട്ടികൾ വരെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ വെച്ച് പണം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെന്തിനാണ് ഗവൺമെന്റ് ജോലിക്ക് ആവശ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നത്? എന്തുകൊണ്ട് നമുക്കൊന്ന് മാറി ചിന്തിച്ചുകൂടാ? ഒരു ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന നിലയിൽ നിന്ന് ഒരു 10 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റാനായി നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്തിക്കൂടെ? അതിനുള്ള ധൈര്യം നമുക്ക് പകർന്നു നൽകിക്കൂടെ? അതിനുള്ള കഴിവുകൾ അവർക്കില്ലാഞ്ഞിട്ടല്ലല്ലോ, പലപ്പോഴും നമ്മൾ അത് കണ്ടില്ലെന്ന് വയ്ക്കുന്നതല്ലേ. അടുത്തൊരു കൊറോണ കാലത്തിന് വേണ്ടിയാണോ നമ്മൾ ഈ കാത്തിരിക്കുന്നത്? അല്ല, അറിയാതെ ചോദിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണുള്ളത്. നമുക്ക് വേണ്ടത് അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളാണ്. അതിലൂടെ പണമുണ്ടാക്കാനാണ് നാം അവരെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ പോലീസ് ആവാൻ ഇഷ്ടമുള്ളവൻ പോലീസ് ആവുകയും, എഞ്ചിനീയർ ആവാൻ ഇഷ്ടമുള്ളവൻ എഞ്ചിനീയർ ആവുകയും, പാട്ടുകാരനാവാൻ ഇഷ്ടമുള്ളവൻ പാട്ടുകാരനാവുകയും, അഭിനയിക്കാൻ ഇഷ്ടമുള്ളവൻ അഭിനേതാവാവുകയും, എഴുതാൻ ഇഷ്ടമുള്ളവൻ എഴുത്തുകാരനാവുകയും, അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കഴിവുകളിൽ മികച്ചതാവുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ പലർക്കും പലരുടെ പാഷനെ പിന്തുടരാൻ പറ്റാതെ അവരുടെ ജോലികളിൽ തളയ്ക്കപ്പെട്ടു കിടക്കുകയാണ്. ഒരാളുടെ പാഷനെ പ്രൊഫഷനാക്കാൻ സാധിച്ചാൽ അതിലും മനോഹരമായ എന്തുണ്ട് ഈ ലോകത്ത്? ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണെന്നിരിക്കെ അവരവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാനും അതിലൂടെ ജീവിക്കാനുള്ള വരുമാനമുണ്ടാക്കാനുമാണ് നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അവർ കൂടുതൽ സന്തോഷമുള്ളവരായി മാറുന്നു, സമൂഹത്തിന് ഉപകാരപ്പെട്ട കുട്ടികളായി മാറുന്നു. അവർ സന്തോഷമായിരിക്കുമ്പോൾ അവർക്ക് ചുറ്റുമുള്ളവരും സന്തോഷമായിരിക്കുന്നു. അവർ കൂടുതൽ ആരോഗ്യമുള്ളവരായിരിക്കുന്നു. അങ്ങനെ നല്ലൊരു തലമുറയെ നമുക്ക് സൃഷ്ടിക്കാനാവും.